അങ്ങനെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. രാവിലെ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. തലസ്ഥാന മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം വരെ വികസന രേഖയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വിനീഷിലേക്കും വീണയിലേക്കും പോകാം. പുത്തരിക്കണ്ടത്ത് ഇന്നത്തെ സമ്മേളന വേദിയിൽ വിനീഷ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ്. ഒപ്പം MS വീണയുമുണ്ട്. വിനീഷ്, വീണ, നമസ്തേ, വെരി ഗുഡ് മോർണിംഗ്. ആവേശത്തിൻ്റെ ഒരു പൊൻപുലരിയാണ് അല്ലേ ഇന്ന് അനന്തപുരിയിൽ? ശ്രീപത്മനാഭൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് നടക്കാനുള്ള ദൂരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് നേരെ എതിർവശത്താണ് വേദി ഒരുങ്ങിയിരിക്കുന്നത്. വിനീഷ്, എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് BJPയുടെ പരിപാടികൾ? ആവേശത്തോടുകൂടി ജനങ്ങൾ നഗരത്തിലേക്ക് ഒഴുകാൻ ഇനി എത്ര സമയം? വിനീഷ്. ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മണിക്കൂർ കാത്തിരുന്നാൽ തലസ്ഥാന നഗരി പൂർണ്ണമായും തന്നെ ഈ ജനാരവത്താൽ മുഴങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നും കൊണ്ടല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നു. തലസ്ഥാന നഗരിയുടെ വികസനം, യാഥാർത്ഥ്യമാകാൻ പോകുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നു. ഇത് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം പുത്തരിക്കണ്ടം മൈതാനത്ത് ഇപ്പോൾ ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്കറിയാം, സുരക്ഷാ സംവിധാനങ്ങൾ, അത് പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ SPGയുടെ നേതൃത്വത്തിലാണ് പൂർണ്ണമായും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. എന്നോടൊപ്പം വീണയുമുണ്ട്. എന്തായിരുന്നാലും സജീവമായി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ കാണാൻ ഒരുപക്ഷെ വിവിധ മേഖലകളിൽ നിന്ന് പോലും നിരവധി പ്രവർത്തകർ, BJPയുടെ ആരാധകർ, പ്രധാനമന്ത്രിയുടെ ആരാധകർ, BJP പ്രവർത്തകർ അടക്കമുള്ളവർ എല്ലാവരും ഇവിടേക്ക് ഒഴുകി എത്തും എന്ന കാഴ്ചയാണ്. രാവിലെ നമ്മൾ രാവിലെ ഇവിടെ 6 മണിക്ക് എത്തിയ സമയം മുതൽ തന്നെ ഇതേ ജനക്കൂട്ടം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക്, പ്രധാനമന്ത്രിയെ കാണാൻ വരുന്നവരുടെ തിരക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പുറകിലായി കാണുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് ഇതുവരെയും, ഈ നിമിഷം വരെയും, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങളുടെ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 വേദികൾ, ഇതൊക്കെ സജ്ജീകരിക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ. പക്ഷേ ആ വേദിയുടെ ഫോട്ടോയോ ദൃശ്യങ്ങളോ എടുക്കാൻ ഇതുവരെയും SPG അനുവാദം കൊടുത്തിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ പ്രധാനമന്ത്രി ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ 2 വേദികളിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഒന്ന്, റെയിൽവേ നേരിട്ട് നടത്തുന്ന പരിപാടിയുണ്ട്, റെയിൽവേയുടെ വിവിധ ട്രെയിനുകളുടെ ഉദ്ഘാടനം. ഒപ്പം തന്നെ എടുത്തു പറയാനുള്ളത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം, CSR സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ വിവിധ കേന്ദ്ര വകുപ്പുകളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഞാൻ നിൽക്കുന്ന പുത്തരിക്കണ്ടം മൈതാനിയിലെ ചെറിയ വേദിയിൽ നിർവഹിക്കും. അതിനുശേഷം ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ, വികസനത്തിന് വേണ്ടി അനന്തപുരിയിൽ ഏറ്റവും കൂടുതൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ, പ്രത്യേകിച്ച് BJPക്ക് ഏറ്റവും വലിയ അനുകൂല സാഹചര്യം ഒരുക്കിയ ജനങ്ങൾ, ഇവരൊക്കെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മാറാത്തത് മാറ്റി എന്ന മുദ്രാവാക്യത്തിലേക്ക് BJP കേരളത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം, അത് രാഷ്ട്രീയമായി നമുക്ക് വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, കഴിഞ്ഞ 45 വർഷം CPM ഭരണം നടത്തിയ ആ ഒരു സ്ഥലത്ത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം BJP യാഥാർത്ഥ്യമാക്കിയ നിമിഷം, തിരുവനന്തപുരത്ത് BJPയുടെ മേയർ എന്ന പദവിയിലേക്ക് BJPയുടെ ഒരു പ്രതിനിധി എത്തിക്കുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രപരമായ നിമിഷമാണ്. ഇനി പ്രവർത്തനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രവർത്തനം ജനങ്ങളുടെ വികസനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇത്തരത്തിലാണ്:
തലസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അത് വികസനത്തിലൂടെയാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ BJPക്ക് വോട്ട് ചെയ്യുക. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു മേയർ എത്തിയാൽ ആ തിരുവനന്തപുരത്തെ മേയർ BJPയുടെ മേയറായി കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടേക്ക് തിരുവനന്തപുരത്തിലേക്ക് എത്തിക്കും, അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിക്കുമെന്ന പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനവും യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷമാണ്. രാവിലെ 10:40 ആണ് ആദ്യ പരിപാടി പ്രധാനമന്ത്രിയുടെ. അത് റെയിൽവേയുടെ വേദിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായ പരിപാടികളുടെയൊക്കെ ഉദ്ഘാടനമാണ്. വീണ നമ്മളൊപ്പം ചേരുകയാണ്. വീണ, വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷം, പ്രത്യേകിച്ച് മോദിജി കേരളത്തിലേക്ക് എത്തുന്നു, ഒപ്പം വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു. രാഷ്ട്രീയമായി തന്നെ ഏറെ ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നു. നേരത്തെ ഭാരതത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചാണക്യൻ കേരളത്തിലേക്ക് എത്തി. അതിനുള്ള പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ BJPയെ വലിയ രീതിയിൽ ഉണർത്താനായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം വികസനത്തിൻ്റെ മുറവിളിക്കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ട് അതിൻ്റെ പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് അനന്തപുരി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ നിമിഷമാണ്. എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ, പ്രത്യേകിച്ച് ആദ്യം റെയിൽവേയുടെ പരിപാടി, അതിനുശേഷം ഔദ്യോഗികമായി BJPയുടെ പരിപാടി, ആദ്യം ഔദ്യോഗിക പരിപാടി, അതിനുശേഷം പാർട്ടി പരിപാടിയിലേക്കൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രോഗ്രാംസ്? രാവിലെ 10:30 തിരുവനന്തപുരം എയർപോർട്ടിലെ പ്രത്യേക വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുക. തുടർന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും. ഇതിനിടയ്ക്ക് റോഡ് ഷോയും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ കാണുന്ന വേദിയിൽ, അതായത് തിരുവനന്തപുരം നമ്മുടെ പുത്തരിക്കണ്ടം പഴവങ്ങാടി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് എത്തുക. ഇവിടെയാണ് പരിപാടി നടക്കുക. ആദ്യം നടക്കുന്നത് റെയിൽവേയുടെ പരിപാടിയാണ്. കേരളത്തിനായിട്ട് അനുബന്ധിച്ചുകൊണ്ടുള്ള വിവിധ ട്രെയിനുകളുടെ ഉദ്ഘാടനം, ആ ഒരു പരിപാടി കാണും. അതിനുശേഷം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വികസന പരിപാടികളുടെ പ്രഖ്യാപനങ്ങളും കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും അടക്കമുള്ള പരിപാടികൾ ഇവിടെയുണ്ട്. തുടർന്ന് ആ പരിപാടിക്ക് ശേഷമാണ് ബൃഹത്തായ വേദിയിൽ BJPയുടെ, അതായത് നഗരസഭയുടെ അടുത്ത 5 വർഷത്തെ തിരുവനന്തപുരം നഗരസഭയുടെ വികസന പദ്ധതി, വികസന രേഖയുടെ സമർപ്പണം ഉണ്ടാവുക. അതാണ് തലസ്ഥാനവാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി, ഏറെ ആകാംക്ഷയോടുകൂടി, ഏറെ ആഹ്ലാദത്തോടുകൂടി കാത്തു നിൽക്കുന്ന പ്രഖ്യാപനം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ വരവേൽക്കാനായി, പ്രധാനമന്ത്രിയെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 5 വർഷത്തെ, അതായത് ഇനി തിരുവനന്തപുരം നഗരസഭയിൽ അടുത്ത 5 വർഷം നടപ്പാക്കാൻ പോകുന്ന വികസന രേഖയുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. അത് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത് കേരളത്തിന് ഇതുവരെ, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇതുവരെ നടക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. സംസ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചു, പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അത് വെറും വാഗ്ദാനങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനമാണ്. എന്നാൽ തലസ്ഥാനത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ വെള്ളക്കെട്ട്, തെരുവുനായ ശല്യം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, അതായത് മേയറുടെ നേതൃത്വത്തിൽ തന്നെ അത് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി ഓരോ വാർഡുകളുടെയും പൊതുപ്രശ്നങ്ങളും ആ വാർഡിന് വേണ്ട വികസനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന അനന്തപുരിയുടെ വികസനത്തിന്റെ കൃത്യമായിട്ടുള്ളൊരു ബ്ലൂ പ്രിന്റ് അത് പൊതുജനങ്ങൾക്ക് മധ്യത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ, പ്രധാന സേവകൻ തന്നെ വന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമായി ഇത് ഒതുങ്ങുന്നതല്ല, ആ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ളത് കൂടിയാണ്. അതിനാൽ തന്നെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നതും. കൃത്യമായിട്ടുള്ളൊരു പഠനമുണ്ട്, അത് കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വികസന രേഖ തന്നെയാണ്. ആ നിമിഷങ്ങൾക്കായിട്ടാണ്, അദ്ദേഹത്തിന്റെ വരവിനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തിനുമായിട്ടാണ് കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഭാരതത്തിൽ നടപ്പാക്കിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്, നിരവധി വികസന പദ്ധതികളുണ്ട്. അതിന്റെ തുടർച്ച അത് സംസ്ഥാനത്തിനും ഇനി ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തരത്തിലുള്ള വിജയമുണ്ടായ ജനങ്ങൾ BJPയുടെ കേന്ദ്രത്തിലെ വികസനം അത് സംസ്ഥാനത്തും വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി BJPക്ക് ഒപ്പം നിൽക്കുന്ന, BJPയുടെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. അതിന്റെ തുടർച്ച ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആഭ്യന്തരമന്ത്രി എത്തിയത്. ആഭ്യന്തരമന്ത്രി എത്തി പത്മനാഭനെ വണങ്ങി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ അതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ഇരട്ടി ആവേശം നൽകുന്നതാണ്. തലസ്ഥാനവാസികളെ സംബന്ധിച്ചും കേരളീയരെ സംബന്ധിച്ചും പ്രതീക്ഷകൾ വാനോളമാണ്. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അത് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ 10 വർഷം ഭാരതത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ തുടർച്ച സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. അതെ.
വീണ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തൊക്കെ വികസന പദ്ധതികളാണ് എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് തലസ്ഥാനവാസികൾ എല്ലാവരും. പക്ഷേ നമുക്കറിയാം കൃത്യമായ ഒരു രേഖ ഇനി വരും വർഷങ്ങളിൽ എന്താണ് തലസ്ഥാനത്തിന് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു സമഗ്ര രൂപം തന്നെയാണ് മാത്രമല്ല ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില ദേശീയ താല്പര്യം കൂടിയുള്ള ചില ഉദ്ഘാടനങ്ങളും പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് താമ്പരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദിലേക്കും നാഗർകോവിൽ നിന്ന് മംഗളൂരിലേക്കുമുള്ള അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് അദ്ദേഹം നിർവഹിക്കും. കഴിഞ്ഞ ദിവസം ജനം TV ഈ വന്ന് കൊച്ചുവേളി അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്ത് എന്നിപ്പോൾ അറിയപ്പെടുന്ന സ്റ്റേഷനിൽ വന്ന് കിടക്കുന്ന ട്രെയിനും ട്രെയിനിലെ സൗകര്യങ്ങളും ഒക്കെ വിശദമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഇതിനു പുറമെ തന്നെ കോവിഡ് കാലത്ത് നിർത്തിവെച്ച ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ ട്രെയിൻ അത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രി. ഇത് അദ്ദേഹം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഇത് പുനരാരംഭിക്കുന്നത്. വളരെ കാലമായിട്ടുള്ള ഈ ഗുരുവായൂർ തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ എന്നുള്ളൊരു ട്രെയിൻ അവിടുത്തുകാരുടെ മാത്രം ആവശ്യമല്ല, ലോകത്തിൻ്റെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ അവിടെ വന്ന് എത്തുന്നവർക്ക് നേരിട്ട് ട്രെയിൻ കിട്ടാത്തവർക്ക് തൃശ്ശൂരെത്തി പോകാനുള്ളൊരു സൗകര്യം കൂടി പുനരാരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ചടങ്ങിൽ തന്നെയാണ് ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിൻ്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. ഒപ്പം ലൈഫ് സയൻസസ് മേഖലയിലെ ഡീപ് ടെക് ഇന്നൊവേഷൻ, സംരംഭകത്വ പരിശീലനം, ആയുർവേദ ഗവേഷണം, സുഗന്ധവ്യഞ്ജൻ ഇൻക്യുബേഷൻ, ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ തുടങ്ങിയ ഉൾപ്പെടുന്നതാണ് ഈ ഹബ്ബ്. പാപ്പനംകോട് CISRൽ ഹബിനായി 10 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഔദ്യോഗിക പരിപാടികൾ. ഇതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള BJP വേദിയിലേക്ക് അദ്ദേഹം പോകുന്നതും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഭരണം പിടിച്ച 50 കൗൺസിലർമാരെ അനുമോദിക്കാനും അവർക്ക് ആവേശം പകരാനുമായി അടുത്ത വേദിയിലേക്ക്, പാർട്ടി വേദിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ഒരേ മൈതാനത്ത് തന്നെയാണ് 2 വേദിയും സജ്ജീകരിച്ചിട്ടുള്ളത്.